എന്താ കാരണം? നീ നാട്ടുകാരെ കുറിച്ച് മോശം വിചാരവുമായി നടന്ന ആളാണ്. ആര് ഗീബത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, കേട്ടിട്ടുമില്ല, പക്ഷെ നിന്റെ ഖൽബിൽ ഓരോരാളെ കുറിച്ചും മോശം വിചാരം. എന്നിട്ട് ഷെഹ്റാനി ഇമാം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. വമിനൽ മഅലൂം, എടാ മോനെ നിനക്കറിയില്ലേ, അന്ന അമാല അംസാലിന, നമ്മളെപ്പോലത്തെ ഈ ദുർബലരായ മനുഷ്യന്മാരുടെ ഇബാദത്ത് ലാ യകാദു യതഹസ്സലു ലനാ മിൻഹാ ശൈഉൻ യസിലു ഇല ദാരിൽ ആഖിറ, സ്വർഗത്തിലേക്ക് എത്താൻ മാത്രമൊന്നും നമുക്ക് കർമ്മങ്ങളില്ല, എങ്ങനെയല്ലോ പൊട്ടിയതും പൊളിഞ്ഞതും ഒപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് എന്ന് നമുക്ക് തന്നെ അറിയില്ലേ. കുറെ പൊട്ടി പൊളിഞ്ഞ ഇബാദത്താന്ന് നമുക്കറിയാലോ. എന്നിട്ട് ഈ പൊട്ടി ഇബാദത്ത് തന്നെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്തിനാ പൊന്നുമോനെ നീ ഈ ദുനിയാവിൽ ജീവിച്ചതും കർമ്മങ്ങൾ ചെയ്തതും? നമ്മളോട് എന്തൊരു സ്നേഹം കൊണ്ടാ ഷെഹ്റാനി ഇമാം ഇത് ചോദിക്കണത്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ അള്ളാഹു നന്നാക്കട്ടെ. വലിയ സൂഫിയായ മഹാനാണ്, 300-ലധികം കിതാബ് എഴുതിയ വലിയ മഹാനാണ്. എന്നിട്ട് പറയാം, വസമഅതു സയ്യിദി അലിയൻ അൽ ഖവാസ് റളിയല്ലാഹു അൻഹു, എന്റെ ഉസ്താദായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ, എന്താ പറയുന്നത്? മൻ ഫതഹ അലാ നഫ്സിഹി ബാബ സൂഇൽ ലന്നി ബിന്നാസ്, നാട്ടുകാരെ കുറിച്ച് മോശം വിചാരം ഉള്ള ഒരാൾ ആണെങ്കിൽ അയാൾ എപ്പോ എല്ലാരെ കുറിച്ച് മോശം വിചാരം, പക്ഷെ ആരും ഗീബത്തും പറയില്ല. ഇങ്ങനെ മുന്നോട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, പക്ഷെ എല്ലാരെ കുറിച്ചും എപ്പോഴെങ്കിലും അയാളോട് ഒന്ന് തുറന്നു വെച്ചാൽ, അതെ ഈ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, പറയുകയാണെങ്കിൽ കുറെ ഗീബത്ത് പറയേണ്ടി വരും. വാർത്ത ചുരുക്കത്തിൽ നിന്ന് അതിന് പറയല്, ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ. എങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ടാവും, അതിനെ ആയല്ലോ ഫുള്ള്. അങ്ങനെ നാട്ടുകാരെ കുറിച്ച് മോശം വിചാരവുമായി നടക്കുന്ന മനുഷ്യൻ അയാളുടെ മുഴുവൻ രഹസ്യവും പൊളിച്ച് നാറ്റിയിട്ടല്ലാതെ അള്ളാഹു ഈ ദുനിയാവൊന്നും മൂപ്പരെ മരിപ്പിക്കൂല. ദുനിയാവിലായാലും വൽ ആഖിറ, ആഖിറത്തിലായാലും അയാൾ വഷളാവും. അയാളെ ലഗേജ് കൊണ്ടുവന്നിട്ട് ഇത്രയും അമ്പിയാക്കൾ ഔലിയാക്കളെ മുമ്പെന്ന് വഷളാക്കിയിട്ടല്ലാതെ അയാൾ മരിക്കൂല, അയാൾ ആഖിറത്തിലെത്തൂല. അതുകൊണ്ട് ഈ പണിക്ക് നമ്മൾ നിൽക്കുക, നല്ല വിചാരമായിട്ട് പോവാ, ആരെ കുറിച്ച് മോശം വിചാരിക്കരുത്. ഇതന്നെ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്തുനിന്ന് ദർസ് പഠിച്ചാൽ ഗംഭീരം. ഇതാകെ 2 പേജേ ഞാൻ വായിച്ചിട്ടുള്ളൂ, അതിന് 1-ാം വള്ളിയെത്തുന്നു. നമ്മൾ ആരെ കുറിച്ച് മോശം വിചാരിക്കരുത്, നമ്മുടെ ഖൽബ് നന്നാക്കണം. പ്രത്യേകിച്ച് ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, തങ്ങന്മാരെ തൊടാൻ പോകരുത്.